ഹലോ, വെൽക്കം ടു മരം റിസോർട്ട്. ഞങ്ങളുടെ റൂം ടൂറിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ടീം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് പോകുന്നതാണ്. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട്. 6 മണിക്ക് ഇറങ്ങണമെന്ന് മണിയിട്ടാവാറായി. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പം ട്രിപ്പ് ടു മാമലക്കണ്ടം. പോകുന്ന വഴിക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ആര്യഭവനിലാണ് കയറിയത്. എനിക്ക് അത്ര വിശപ്പില്ല, അതുകൊണ്ട് ഒരു ഫുഡ് മസാല പറഞ്ഞു 2 കൂടെ കഴിക്കാനായിട്ട്. ഒരു മസാല പഴയടെ എത്തി പോണ വഴിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി. 2 മണിക്കൂറല്ല, അല്ല 3 മണിക്കൂറുണ്ട്. ഞങ്ങളൊരു 2 മണിക്കൂർ 55. അപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമായിരിക്കും. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഇതാണ് അവസ്ഥ. ഈ മഴ കണ്ടാ ഒരു അരമണിക്കൂറായിട്ട് മഴ പെയ്യും ഓഫാവും, മഴ പെയ്യും ഓഫാവും. അതാണ് അവസ്ഥ. ഓഫാവും എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, 1 മിനിറ്റ് നല്ല മഴയായിരിക്കും, അടുത്ത മിനിറ്റ് ഒരു മഴയും കാണത്തില്ല. ഇപ്പോൾ വൈപ്പർ ഫുൾ സ്പീഡ് അടിക്കുകയാണ്, എന്നിട്ട് പോലും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നില്ല. ആ മഴയാണിപ്പോൾ. ഞങ്ങൾക്കിനി 26 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഒരു 30-ന് മുകളിൽ ഓട്ടിക്കാൻ പറ്റാത്ത അത്രയും മഴയാണ്. മഴ കുറയുന്നുമില്ല. ഇപ്പം സമയം 2 കഴിഞ്ഞാണ്, പക്ഷെ കണ്ട 7 മണി പോലെ ഇല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ചിട്ട് പെയ്ത മഴ ഇപ്പം തീർന്നു. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ആ മുകളിലെ വ്യൂ കാണാമല്ലോ. ആ, അങ്ങനെ നോക്കുമ്പം ക്ലൈമറ്റ് നല്ലതാണ്, പക്ഷെ വണ്ടി ഓടിക്കാൻ ഒട്ടും പറ്റത്തില്ല. ഈ പാലം ഞാൻ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഏത് പാലമാണെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഈ കുറുമുള ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ഫസ്റ്റ് എയർപിൻ പോലത്തെ സാധനം. ആനത്താവളം അല്ലടി, ആനത്താര. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നീ ആനത്താവളം അത് നീയല്ലേ പറഞ്ഞത് ആനത്താവളം? ഞാൻ പറഞ്ഞില്ലേ. എടാ കള്ള. വെള്ളച്ചാട്ടം ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമല്ലേ? മഴയായതുകൊണ്ടായിരിക്കല്ലേ വെള്ളച്ചാട്ടം? നിനക്ക് എന്തൊക്കെ സംശയങ്ങളാണ്. നേരെ നോക്കി വണ്ടി ഓട്ടിക്കും. ഞാനല്ലേ കാണിച്ചത് വെള്ളച്ചാട്ടം. എവിടെയൊക്കെ മണ്ണടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ മഞ്ഞൊക്കെ അല്ലേ? എല്ലാം കേട്ടോ. അങ്ങനെ നമ്മൾ 4 മിനിറ്റിൽ ലൊക്കേഷൻ എത്തും. അടിപൊളിയല്ലേ? ഈ വ്യൂ തന്നെയാണ് അവിടെ നിന്നും വരുന്നത്. റൂമിൽ താങ്ക് യു. നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇടണ്ടേ?
ഹലോ, വെൽക്കം ടു മരം റിസോർട്ട്. ഞങ്ങളുടെ റൂം ടൂറിലേക്ക് സ്വാഗതം. കണ്ടോ, ഞങ്ങൾ പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു ഗൈസ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ കമന്റ് ബിലോ. അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം. ഇതിൽ ആക്ച്വലി ടബ് വരുന്നുണ്ട്, പിന്നെ മേലിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം റൂം കാണിച്ചു തന്നിട്ട് മേലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഒരു പെയിന്റിംഗ് ഒക്കെ ഉണ്ട്, നല്ല ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. ഇതിന്റെ തടിയുടെ ഒക്കെ ഇതുണ്ടോ, തടി തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഇത് ഈ സാധനം ശരിയാ ശരിയാ. ഇത് കണ്ടോ, ഈ സാധനങ്ങളൊക്കെ പക്ഷെ കാശ് കൊടുക്കണം. ഓക്കെ, മറ്റതുപോലല്ല, ഇതിന് കാശ് കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ വെള്ളമൊക്കെ നമുക്ക് റീഫിൽ ചെയ്ത് തരും. ഫുൾ മരത്തിന്റെ തീമാന്ന് മൊത്തം പച്ചപ്പ. പിന്നെ എല്ലായിടത്തെയും പോലെ തന്നെ നമുക്ക് ഇവിടെ കെറ്റിലും ചായ ഇടാനുള്ള സാധനങ്ങളും അതൊക്കെ ഉണ്ട്. ഇതും എല്ലാം റീഫിൽ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെന്താ ഉള്ളേ, ഇനി ഞാൻ ഇവിടെ ഒരു കുഞ്ഞി ടേബിൾ ഉണ്ട്. നമുക്ക് വർക്ക് ചെയ്യാനാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, അല്ല നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അതും ഇവിടെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെയുള്ളൊരു ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. കാണാവോ, ഇവിടെ ഒരു കുഞ്ഞി ടേബിളും 2 ചെയറും വരട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല രസല്ലേ കാണാൻ. ഡോറാടി. പിന്നെ ഇവിടെ കുരങ്ങന്മാര് വരും എന്നാണ് പറഞ്ഞത്. ഒരു കുരങ്ങ് വീഡിയോ എടുക്കുന്നുണ്ട്. ആ കുരങ്ങനെ കാണാൻ വേറെ കുരങ്ങന്മാര് വരും എന്നാണ് ഇവിടെ കേട്ടത്. അതുകൊണ്ട് വരുവാണെങ്കിൽ കാണിച്ചു തരാം ഇവിടെ എന്താ ഉള്ളതെന്നുള്ളത്. പിന്നെ അയ്യോ എന്റെ എന്തൊരു കുത്തനെ കേറ്റുന്ന്. ഇതിന്റെ വഴി ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അത് പേടിച്ച് വണ്ടി ഓടിച്ചോണ്ട് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. കൊക്കയിലോട്ട് പോയി അത് ഒരു വളവെത്തിയപ്പോ എന്റെ മറ്റേ ഓവർ കോൺഫിഡൻസ്, ഞാൻ ഫസ്റ്റില് കയറുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, അതിനെ സെക്കൻഡ് ഇട്ടിട്ട് കയറ്റാൻ പറ്റുമെന്ന് ശ്രമിക്കാന്ന് വിചാരിച്ചു. സെക്കൻഡ് ഇട്ട് കയറ്റാൻ പോയപ്പം വണ്ടി ഓഫായി പോയി. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി വന്നു, ബാക്കിൽ നിന്ന് വണ്ടി വന്നു. ഞാൻ നടുക്ക് പെട്ട് രണ്ട് വട്ടം സ്റ്റാർട്ട് ചെയ്തപ്പോഴും വണ്ടി ബാക്കിലോട്ട്, താഴെ എന്ന് പറഞ്ഞാൽ കൊക്കയാ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് പേടിച്ചു. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ചേട്ടൻ കുറച്ച് ഒതുക്കി തന്നോണ്ട് എങ്ങനെയൊക്കെ ഞാൻ കയറിപ്പോയി. പിന്നെ അതുപോലെ ഈ റിസോർട്ടിൽ വരുന്ന വഴി ഭയങ്കര കുത്തനെ കയറ്റാ കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാം. വലിയൊരു നല്ലൊരു കുത്തനെ കയറ്റുവാ. എപ്പോഴെങ്കിലും ഞാനത് കാണിച്ചില്ല, ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ടാ. ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെ, നമ്മളിവിടെ 2 ദിവസത്തെ സ്റ്റേ ആണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് 2 മണിക്ക് ചെക്ക് ഇൻ, അതായത് ഇന്ന് സൺഡേ, മൺഡേ സ്റ്റേ ഉണ്ട്, ട്യൂസ്ഡേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും, 11 മണിക്ക് ചെക്ക് ഔട്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവർ ടൈം 11 2 ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വണ്ടി, ഒറ്റ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഇനി വണ്ടികളൊക്കെ വന്നാലോ എന്നൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചെക്കിനും ചെക്ക് ഔട്ടും ഒക്കെ ടൈം ഡിഫറൻസ് ആയതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ആയി പോകുന്നതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഇവിടത്തെ വ്യൂ. ഇനി നമുക്ക് അകത്തോട്ട് കയറി ബാക്കി കാണാം. അപ്പൊ ഇവിടെ നല്ല സ്പേഷ്യസ്, ഞാൻ ഇപ്പൊ അപ്പുറത്തെ സൈഡിലെ കാണിച്ചു, ഇനി ഇപ്പുറത്തെ സൈഡ് പറയാം. ഇവിടെ ഒരു കുഞ്ഞി ലൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല സ്പേഷ്യസ്. 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ്റൂമിലുണ്ടല്ലേ. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡൊക്കെ തന്നെയാ. അതും ഇതുപോലെ മരത്തിന്റെ തീം തന്നെയാ. പക്ഷെ ഞങ്ങൾക്ക് വന്നപ്പോഴേ മറ്റേ മാല കിട്ടിയില്ല. ഞാൻ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നല്ല മണമുള്ളൊരു മാല ഇങ്ങനെ ഇട്ട് തരുന്നു. പക്ഷെ നമുക്ക് തന്നില്ല. അവിടെ എനിക്ക് തോന്നുന്നു സ്റ്റാഫ് ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ഇനി ചിലപ്പോ ഞാൻ ചോദിച്ചൊക്കെ വാങ്ങും. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ഒരു വലിയൊരു മിറർ ഉണ്ട്. ഇവിടെ നമുക്ക് പറ്റുമെങ്കിൽ മേക്കപ്പ് വീഡിയോ എടുക്കാം. നോക്കാവേ എടുക്കാൻ പറ്റുമെന്ന്. അതൊരു അബദ്ധം പറ്റി, പക്ഷെ തന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ ഡ്രസ്സിങ്. ഇവിടെ എന്ത്, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വല്ലതും കാണും, ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇവിടെ
വാർഡ്രോബ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ലോക്കർ ഉണ്ട്, പില്ലോയും ഇതൊന്ന് മെത്തേടതാന്ന് തോന്നുന്നു അല്ലേ. ഇത് മറ്റേ ബാത്റൂം ചപ്പൽസും കാര്യങ്ങളൊക്കെ. ഇതെന്താ ഓൾ പർപ്പസ് കിറ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. എന്താ പിന്നെ കുറെ ഹാങ്ങേഴ്സും ഇവിടെ ഇല്ലേ. മറ്റേ എന്തായിരുന്നു, ക്യാമ്പ് ഫയറും ഒരു ബാംബു ഒരു സാധനമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് അതൊന്ന് കാണുമെന്ന് ഡൗട്ടാന്ന് പറഞ്ഞു. എല്ലാം കൊണ്ട് ശോകമായിരുന്നു ഗൈസ്. ഇനി നമുക്ക് വാഷ്റൂം കാണാം. അതും റൂമിനെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ്റൂം. ഈ കുളിക്കാനുള്ള സംഭവമൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ബാത്തിന് സെപ്പറേറ്റും അല്ല ടോയ്ലറ്ററി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പറി ആവാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവര് ഷാംപൂ, കണ്ടീഷണർ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താ, ഇവിടെ ഗസ്റ്റ് ആരും ബാത്റൂമിൽ നിന്ന് സിഗരറ്റ് വലിക്കരുത്, അത് എഴുതി വെച്ചിട്ടുണ്ട് അവര്. ഓക്കെ, ടിഷ്യൂ ഇതെന്താ എന്താന്ന് എനിക്ക് അറിയില്ല, എന്തോ പേപ്പർ. പിന്നെ ഇവിടെ അതുപോലൊരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു മിറർ നമുക്ക് നോക്കാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം. അതിങ്ങനെ മൂവിങ് സാധനമാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ടോയ്ലറ്ററി സാധനങ്ങളൊക്കെ, അതായത് ഡെന്റൽ കിറ്റ്, കോമ്പ്, ഷേവിങ് കിറ്റും ഒരു ഷവർ ക്യാപ്പ്, 2 ഉണ്ട് ഷവർ ക്യാപ്പ്. പിന്നെ ഡ്രൈ ചെയ്യാനുള്ള ഡ്രയറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. ഇനി നമുക്ക് മേളിൽ എന്താന്ന് കണ്ടിട്ട് അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡും ഉണ്ടേ, അത് ഞാൻ പറയാൻ മറന്നേ. പക്ഷെ അയണിങ് മെഷീൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവരണം, അല്ലാതെ തരൂല. ഈ തരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ഇതിൽ തരൂലെന്നാണ്. 4 മണിക്ക് ടീ ആൻഡ് സ്നാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. 4:30 ആയല്ലോ. അയ്യോ, അപ്പൊ ചായ കുടിക്കാൻ പോണം ഗൈസ്. അതിന് മുന്നേ ഞാൻ ഓടിപ്പോ മേലത്തെ സാധനം കാണിച്ചിട്ടുണ്ട്. ബാബാ, ഇവിടെ തെന്നും. ഇവിടെ ഇങ്ങനെ സ്റ്റെയർസ് ഉണ്ട്, പുറത്തൂടെ ഉണ്ട് നമ്മൾ മേളിൽ പോന്ന്. അതെനിക്ക് തോന്നുന്നു ജക്കൂസിയും കൂടെ ഉള്ള റൂമാന്ന് തോന്നുന്നത്. ജക്കൂസിയും ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മള് മേളിലെത്തി. ഇതാണ് നമ്മുടെ ടബ്. ഇവിടെ നിന്ന് ആക്ച്വലി നല്ല വ്യൂ ആ. ഇതില് പിന്നെ ചൂടുവെള്ളം ഇല്ല, തണുത്തോളേ ഉള്ളൂ. അത് ഓൾറെഡി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വെള്ളം വീഴുന്നു. ഇവിടെ അതുപോലെ നമുക്ക് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് അടിപൊളിയായിട്ട്. ഇവിടെ മഞ്ഞൊക്കെ നല്ല രസമുണ്ട് കോട കാണാനായിട്ട്. ഇവിടെ നോക്കുമ്പോ വ്യൂ കാണിച്ചു കൊടുക്ക. ഇവിടെ ആക്ച്വലി ഇങ്ങനത്തെ ക്ലൈമറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇങ്ങനെ ചെറുതായിട്ട് മഴ, പക്ഷെ ഈ ആഴ്ചയിൽ അടുപ്പിച്ച് ഭയങ്കര, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഈ ആഴ്ച കംപ്ലീറ്റ് മഴയാണ്. മഴയത് പോണ്ട. അങ്ങനെ ഇവിടെ ഒരു കുഞ്ഞു ടേബിൾ, അവിടെ ഒരു ടേബിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഓപ്പറേഷനൊക്കെ താഴെയാന്ന് പറഞ്ഞു. എനിക്കൊന്ന് താഴെ നിന്നുള്ളതായിരിക്കും വെള്ളവും കാര്യങ്ങളും വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. താഴെ എന്തെങ്കിലും ഓൺ ചെയ്യണം കാണുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഹോം ടൂർ ഓഫ് മാരം റിസോർട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട് നിങ്ങൾ എപ്പോഴും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറുതെ കണ്ടിട്ട് പോരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ, എന്നാലേ അപ്പായിട്ട് വരുവുള്ളൂ വീഡിയോസ് ഇടുമ്പോ. ബൈ.
ചായ കിട്ടുമോ നോക്കട്ടെ.